ഹലോ ഗൈസ് 8-9 മാസമായിട്ട് ഞാൻ ഈ അസ്യൂസിൻ്റെ ROG Zephyrus G16 ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ പേഴ്സണലൈസ്ഡ് യൂസർ എക്സ്പീരിയൻസ് ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ലുക്സ് ആൻഡ് ബോഡിയെ പറ്റി നമ്മൾ പറയണം. അതിനെപ്പറ്റി പറയുമ്പോൾ ഇതിലൊരു കംപ്ലീറ്റ്ലി ഒരു CNC അലൂമിനിയം ഷാസിയാണ് ഉപയോഗിച്ചേക്കുന്നത്. അതായത് ഇത് ഇത്രയും പോർഷൻ ഒരു ഒറ്റ പീസ് മെറ്റൽ യൂസ് ചെയ്തേക്കുന്ന അലൂമിനിയത്തിൽ യൂസ് ചെയ്തേക്കുന്ന ഒരു ബോഡിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രീമിയം ഫിനിഷ് ഒരു പ്രസ് ചെയ്യുമ്പോഴാണ് ടച്ച് ചെയ്യുമ്പോഴാണ് ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്കറിയാൻ പറ്റും. ടച്ച് ചെയ്യുമ്പോഴുള്ള പ്രീമിയം ക്വാളിറ്റിയെ പറ്റി പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു ഡ്രോബാക്ക് ഉണ്ട്, അത് പറയണം. അതിൻ്റെ കളർ കാരണം ഉണ്ടായ ഡ്രോബാക്കാണ്. ഇതിൻ്റെ കളർ ഒരു ഗ്രേ കളറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നല്ല ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്, അതായത് ഫിംഗർ പ്രിൻറ്റ് പിടിക്കുന്ന പരിപാടിയുണ്ട്. അത് ക്യാമറ എത്രത്തോളം കിട്ടുമെന്ന് അറിയത്തില്ല. ഇപ്പം തന്നെ ഇവിടെ പിടിച്ച സ്ഥലത്ത് ഫിംഗർ പ്രിൻറ്റ് ഒരു പാടുണ്ട്. അത് ക്ലീൻ ചെയ്യാനാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അതിൻ്റെ വെയിറ്റിനെ പറ്റി പറയുമ്പോഴത്തേക്ക് 1.89 kg ഓഫ് വെയിറ്റ് ആണ് ഈ ലാപ്ടോപ്പിന് വരുന്നത്. നോർമലി ഉള്ള ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ ലെവൽ ഓഫ് ലാപ്ടോപ്സ് നോക്കിക്കഴിഞ്ഞാൽ 2 kg മിനിമമാണ് വരുന്നത്. ഇതിനതിൻ്റെ ഒരു 100-200 ഗ്രാം വെയിറ്റ് കുറവുമാണ്. നമുക്ക് ഒരു ഫീൽ അറിയാനും പറ്റുന്നുണ്ട് ആ വെയിറ്റ് കുറവിൻ്റെ. പിന്നെ പറയാനായിട്ട് വരുമ്പോൾ ഇതിൻ്റെ ലൈറ്റിങ്ങും പരിപാടിയൊക്കെ പറ്റി പറയണം. ഇതിലിവിടെ ഒരു സ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട്. ഈ സ്ലാഷ് ലൈറ്റ് മാത്രമാണ് ഒരു പ്രീമിയം അല്ലെങ്കിൽ ഒരു ഗെയിമിംഗ് സെഗ്മെൻ്റ് ഓഫ് ലാപ്ടോപ്പ് ആണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നത്. ബാക്കി എങ്ങനെ നോക്കിയാലും ഇത് ജസ്റ്റ് ഒരു നോർമൽ ലാപ്ടോപ്പ് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ലാഷ് ലൈറ്റിനെ പറ്റി പറയുമ്പോൾ ഇതിൽ നമുക്ക് കസ്റ്റമൈസേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് ചാർജിങ് സമയത്ത് ചാർജിങ്ങിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ബ്ലിങ്ക് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആപ്പ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ആയിട്ട് 3 ലൈറ്റ് വരുന്നുണ്ട്. ഈ 3 ലൈറ്റ് ഫോക്കസ് ആയോ? ക്യാമറ പിടിച്ചോ? കിട്ടി. ഈ 3 ലൈറ്റ് പറയുമ്പോഴത്തേക്ക് ഇതിൽ ഒരെണ്ണം ചാർജിങ്ങിൻ്റെ ലൈറ്റും ഒരെണ്ണം റീഡ് റൈറ്റ് സ്പീഡ്, അതായത് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അത് ബ്ലിങ്ക് ചെയ്ത് എത്താനുള്ള ഒരെണ്ണവും, പിന്നെ ഒരെണ്ണം ഷട്ട് ഡൗൺ ആണോ അത് സ്ലീപ്പ് മോഡിലാണോ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റാണ് ഈ 3 കൊടുത്തേക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ലൈറ്റിംഗ് സെക്ഷനെ പറ്റിയും ഈ ഡിസൈനിനെ പറ്റിയും എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് പോർട്സ് വരുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു 3.1 USB Type-C പോർട്ടും വരുന്നുണ്ട്, ഒരു 3.1 USB Type-Aയും വരുന്നുണ്ട്. പിന്നെ ഒരു SD കാർഡ് റീഡർ, മൈക്രോ SD കാർഡ് റീഡർ അല്ല, ഒരു SD കാർഡ് റീഡർ വരുന്നുണ്ട്. ഇതെനിക്ക് എടുത്ത് പറയണമെന്ന് തോന്നിയ കാര്യമാണ്, കാരണം ഇത് 2024 വേരിയൻ്റ് ആണ്. അപ്പോൾ ഇതിൽ വരുമ്പോഴത്തേക്ക് ഒരു ഫുൾ SD കാർഡ് റീഡറിന് കൊടുത്തേക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് 2025 വേരിയൻ്റ് വരുമ്പോഴത്തേക്ക് ഒരു മൈക്രോ SD കാർഡ് ഇടാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഒരു ക്യാമറ ഉപയോഗിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും. കാരണം ക്യാമറയിൽ ഫുൾ SD കാർഡാണ്, അത് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇതിലൊരു DC ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു HDMI പോർട്ട് വരുന്നുണ്ട്, ഇത് ഒരു Type-C പോർട്ട് വരുന്നുണ്ട്, ആൻഡ് ഒരു Type-A പോർട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു 3.5 ഹെഡ്ഫോൺ ജാക്കും വരുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പോർട്ട് സെക്ഷനിൽ പറയുന്നത്. ഈ പറയുന്ന എല്ലാ പോർട്ടുകളും Type-A Type-C പോർട്ടുകൾ 3.1 UFS 3.1 ആണ്, ആൻഡ് 100 Gbps വരെ ഫയൽ ഷെയറിംഗ്, റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്ന ടൈപ്പ് ഓഫ് പോർട്ട്സാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയറിനെ പറ്റിയെല്ലാം മനസ്സിലേക്ക് ഇത് തുറന്ന് കാണിക്കണം. ഇത് തുറന്ന് കാണിക്കുന്ന സമയത്താണ് എനിക്കൊരു കാര്യം പറയേണ്ടത്. ഇതിൽ 4 ഹിഞ്ചസാണ് വരുന്നത് ഇവിടെ ആയിട്ട്. അതിൻ്റെ ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാം. ഈ 4 ഹിഞ്ചസിൻ്റെ ഒരു വെച്ചാൽ നമുക്ക് ഒറ്റ വിരൽ കൊണ്ട് തന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ആൻഡ് ക്ലോസ് പറയുന്ന ഒരു സംഭവത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേയിലോട്ട് നമ്മൾ തിരിയണം. ഡിസ്പ്ലേയിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓഫാണല്ലേ, ഓണാക്കാൻ ഞാൻ കാണിച്ചത്. ഡിസ്പ്ലേയെ പറ്റി പറയുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഒരു OLED സ്ക്രീനാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഈ OLED സ്ക്രീൻ കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ കളർ ആക്യുറസിയും പരിപാടിയും എല്ലാം ഒരു രക്ഷയില്ലാത്ത സ്കീമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. ROG എഴുതി കാണിച്ചിട്ടുണ്ട്. ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ, എഴുതി ഓപ്പൺ ആക്കുന്നേ ഉള്ളൂ. ആൻഡ് ഇതിൻ്റെ OLED സ്ക്രീനിനെ പറ്റി പറയാം. ഇതൊരു QHD+ OLED സ്ക്രീനാണ് യൂസ് ചെയ്തേക്കുന്നത്, വിച്ച് ഇസ് ലൈക്ക് 2.5K റെസൊല്യൂഷൻ. ആൻഡ് ഇത് അൺലോക്ക് ചെയ്യട്ടെ. ഓക്കെ, ഇപ്പോൾ ഡിസ്പ്ലേ പറ്റി പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല OLED സ്ക്രീനാണെന്ന്. ഈ OLED സ്ക്രീൻ കൊണ്ട് മാത്രമാണ് മെയിൻലി ഞാൻ ലാപ്ടോപ്പ് എടുത്തത്, കാരണം അതാണ് എനിക്ക് വേണ്ടത്. ഇതിൽ ഇപ്പോൾ വരുന്നത് ഒരു 16 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. 16 എന്ന് പറയുമ്പോൾ ഇത് അസ്യൂസിന് 2 മോഡലുണ്ട്. അസ്യൂസിൻ്റെ സെഫയറസിന് G16 ഉണ്ട്, G14 ഉണ്ട്. G14 എന്ന് പറയുമ്പോഴത്തേക്ക് 14 ഇഞ്ചിൻ്റെ സ്ക്രീനും, G16 എന്ന് പറയുമ്പോഴത്തേക്ക് 16 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വരുന്നത്. ഈ 16 ഇഞ്ചിൻ്റെ സ്ക്രീൻ ഞാൻ പ്രിഫർ ചെയ്തത്, ഞാൻ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ഉള്ളതിനെ കൊണ്ടാണ് ഞാൻ ഈ 16 ഇഞ്ചിൻ്റെ പ്രിഫർ ചെയ്തത്. എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഈ ലാപ്ടോപ്പ് ഡിസ്പ്ലേ പറ്റി പറയാൻ വാദൂരാതെ സംസാരിക്കാൻ കുറേ ഉണ്ടെങ്കിലും ഞാൻ ഇതിൽ വേണ്ട കാര്യം മെയിനായിട്ട് പറഞ്ഞു വയ്ക്കാം. 2.5K റെസൊല്യൂഷനാണ്, 500 പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്, 240 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, പിന്നെ 100% sRGB വരുന്നുണ്ട്,
റെസ്പോൺസ് ടൈമിങ്, അതായത് ഗെയിം റെസ്പോൺസ് ടൈമിങ് പറയുമ്പോഴത്തേക്ക് 0.02 മില്ലി സെക്കൻഡ്സ് മാത്രമേ വരുന്നുള്ളൂ. അതായത് നമ്മൾ ഗെയിമിൽ നമ്മൾ അടിക്കണ സ്പോട്ട് ഇങ്ങനെ കിട്ടും, ആ സ്നാപ്പിൽ നമുക്ക് ഫയർ അടിക്കാൻ പറ്റും. ആ ഒരു ലെവൽ ഓഫ് റെസ്പോൺസ് ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 1440p വരെ ഗെയിമിങ്ങിൽ ഈ GPU കാരണവും ഈ സ്ക്രീൻ കാരണവും 1440p ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ സിനിമ കാണുന്ന സമയത്താണെങ്കിൽ ഇതൊക്കെ ഒരു ബ്ലാക്ക് കളർ വരില്ലേ, ഡീപ്പ് ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രക്ഷയില്ലാത്ത ബ്ലാക്കാണ് നമുക്ക് വരുന്നത്. IPS സ്ക്രീൻ പോലെ ഉള്ള പരിപാടിയല്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അനിമെ കാണുന്ന സമയത്താണെങ്കിലും ഈ കളർ, കാരണം അനിമയിലൊക്കെ എന്തോ ഡാർക്ക് സ്ക്രീനിലാണ് ഫൈറ്റ് സീക്വൻസ് ഒക്കെ മിക്കവാറും പറഞ്ഞത്. അതിലൊക്കെ ആ കളർ ആക്യുറസി പറഞ്ഞത് ഒരു രക്ഷയില്ല. 1:1 മില്യൺ റേഷ്യോ ആണ് കളർ കോൺട്രാസ്റ്റ് റേഷ്യോ പറഞ്ഞത്. അത് കാരണം ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടല്ലോ, ഒരു രക്ഷയില്ലെന്ന് എനിക്ക് പറയേണ്ടി വരും. പിന്നെ പറയാനാണെങ്കിൽ ഇതിൻ്റെ സ്പീക്കറിനെ പറ്റി പറയണം. കാരണം ആ സിനിമ ആൻഡ് ഗെയിമിങ്ങിനെ പറ്റി പറയുമ്പോഴത്തേക്ക് മെയിനായിട്ടുള്ള വേണ്ട സാധനമാണ് നല്ലൊരു സൗണ്ട് സിസ്റ്റം. ഈ കാണുന്ന 2 സ്പീക്കറാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടുള്ള സ്പീക്കറാണ്. നോർമലുള്ള ലാപ്ടോപ്പിൽ അടിയിലോ സൈഡിലോ സ്പീക്കർ വരുമ്പോഴത്തേക്ക് ഈ ഫ്രണ്ടിൽ വരുന്നതിൻ്റെ യൂസ് ഒരു രക്ഷയില്ലാത്ത ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് സിനിമ കാണാനൊക്കെ കിട്ടുന്നുണ്ട്. അതിനൊരു സാമ്പിളാണ് ഞാൻ കേൾപ്പിച്ചു തരാം. ഞാനൊരു ഓഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഓഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ഫീഡ്ബാക്കാണ് നമുക്ക് ഓഡിയോ കിട്ടുന്നത്. സൗണ്ട് ഇത്ര അല്ലല്ലോ, ഇനിയും വരുമല്ലോ. ഈ ഒരു ടൈപ്പ് ഓഫ് ഓഡിയോ ഔട്ട്പുട്ട് കിട്ടണം. ഇതാണ് ഇതിൻ്റെ ഒരു ഓഡിയോ ഫീഡ്ബാക്ക്. ഒന്ന് ഊഹിച്ച് നോക്കി, ഒരു ലാപ്ടോപ്പിന് ഇത്രയും കീഴിൽ ഓഡിയോ വരുന്നത്. അതാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ള ഓഡിയോയെ പറ്റിയും. പിന്നെ ഇതിൻ്റെ കീബോർഡ് ആൻഡ് ട്രാക്ക് പാഡിനെ പറ്റി പറയണം. ഇതിൽ RGB സെറ്റപ്പ് ലൈറ്റിംഗ് വരുന്നുണ്ട്. ഈ RGB ലൈറ്റിംഗ് നമുക്ക് ഓൺ ആക്കാം, ഓഫ് ആക്കാം, ഇതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാം, കുറയ്ക്കാം. അങ്ങനെ കസ്റ്റമൈസബിൾ ആണ് ഈ സാധനം. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ കീബോർഡ് ട്രാവൽ ആൻഡ് സ്പേസിങ്, നല്ല സ്പേസിങ് ആണ് ഈ കീസിൻ്റെ ഇടയിൽ കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ടൈപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും ആ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ട്രാവൽ കുറവാണ്, ട്രാവൽ കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഈ ക്ലിക്കി നോയ്സ് അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും കിട്ടത്തില്ല. ഒരു സ്മൂത്ത് ടൈപ്പിംഗ് ഇൻ്റർഫേസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല അത്. കാരണം ഞാനൊക്കെ കീബോർഡ് മൗസും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ആ കീബോർഡിൻ്റെ ഫീഡ്ബാക്ക് കിട്ടത്തില്ല. ഞാൻ കീബോർഡ് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്, നോർമൽ കീബോർഡിൽ. പിന്നെ ട്രാക്ക് പാഡിനെ പറ്റി പറയുമ്പോഴത്തേക്കാണ് പറയേണ്ട സാധനം. ഇതാണ് ഇതിൻ്റെ മൊത്തം ലെയർ. ഇതിൽ ഇത്രയും സാധനം ട്രാക്ക് പാഡാണ്. കാര്യം നോർമലി വേറെ ലാപ്ടോപ്പൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അറ്റം പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് നീക്കി കൊണ്ടുപോകണം. ഇത് ഒറ്റ വരയ്ക്ക് കൊണ്ടുപോയിട്ട് ബാക്കി വരും. അത്രയും വലിയ ട്രാക്ക് പാഡാണ് കൊടുത്തേക്കുന്നത്. ക്യാമറയെ പറ്റി പറയാനാണെങ്കിൽ ഇതിൽ 2 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറ ഇടുന്നുണ്ട്. ഈ 2 മെഗാപിക്സലിൻ്റെ ക്യാമറയിൽ നമുക്കൊരു 1080p റെസൊല്യൂഷൻ വരെ ഉള്ള വീഡിയോസ് എടുക്കാൻ പറ്റും. ലൈവ് സ്ട്രീം ചെയ്യാനാണെങ്കിലും വീഡിയോ കോൾ, ലൈവ് സ്ട്രീം ഒന്നും ഞാൻ പറയണില്ല, അതിനുള്ളൊന്നുമില്ല. ജസ്റ്റ് വീഡിയോ കോൾ ചെയ്യുക, കോൺഫറൻസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള പരിപാടിക്ക് മാത്രമേ ഈ ക്യാമറ കൊണ്ടുള്ള ഉപയോഗമുള്ളൂ. കാരണം 2 മെഗാപിക്സലിൻ്റെ ക്യാമറ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രയും വില കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു ലാപ്ടോപ്പിൽ കുറച്ചും കൂടെ ഒരു 8 MB എങ്കിലും മിനിമം കൊടുക്കായിരുന്നു എന്നുള്ളൊരു ഒപ്പീനിയൻ എനിക്കുണ്ട്. അല്ലാതെ നോക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് ഫൈൻ. പക്ഷേ ആ ഒരു സംഭവത്തിൻ്റെ പോരായ്മ കവർ ചെയ്യാനായിട്ടുള്ള സാധനം ഇതിനകത്ത് വരുന്നുണ്ട്. ഈ കാണുന്ന ഐറ്റംസ്. ഇതിൻ്റെ പെർഫോമൻസ് വരുമ്പോഴത്തേക്കും ഒരു ഇൻറ്റലിൻ്റെ Ultra 7 155Hൻ്റെ ചിപ്സെറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് അത് ക്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് 2 ഗ്രാഫിക്സ് കാർഡ് വരുന്നുണ്ട്. ഒരു ഇൻ്റർനെറ്റ് ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡ്, അതെന്തിനാ ബേസിക് വർക്ക്സ്, ഓഫീസ് വർക്ക്, എക്സൽ, പിന്നെ യൂട്യൂബ് ബ്രൗസിങ്ങിൻ്റെ ഓൺലൈൻ ബ്രൗസിങ്ങിൻ്റെ ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനവും. രണ്ടാമത്തതാണ് ഇതിൻ്റെ മെയിൻ സാധനം, ഈ ഇരിക്കുന്ന ആശാൻ NVIDIAയുടെ RTX 4060 ഗ്രാഫിക്സ് GPU ആണ് യൂസ് ചെയ്തേക്കുന്നത്. ആ GPU കൊണ്ടുള്ള യൂസേജ് ഒരു രക്ഷയെഴുതുന്നതിന് ഞാൻ പറയും. കാര്യം എൻ്റെ മെയിൻ പേർപ്പസ് ഇതിനകത്ത് എഡിറ്റിങ്ങും പരിപാടിയൊക്കെ, ഓഫീസ് വർക്ക് കഴിഞ്ഞാൽ എഡിറ്റിങ്ങും പരിപാടിയൊക്കെയാണ്. എഡിറ്റിംഗ് ആൻഡ് അനിമയൊക്കെയാണ് എൻ്റെ മെയിനായിട്ട് ഈ ലാപ്ടോപ്പിൻ്റെ യൂസ്. എഡിറ്റിങ്ങിനോട്ട് വരുമ്പോഴത്തേക്ക് ഡാവിൻഷിയിൽ എഡിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ലൈറ്റ് റൂം, ഫോട്ടോഷോപ്പൊക്കെ നോക്കുന്ന സമയത്താണെങ്കിലും ഇത് തരുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ലാഗോ പരിപാടിയോ ഒന്നുമില്ല. മിനിമം റെൻഡർ ഔട്ട് ടൈമിങ്ങിന് നമുക്ക് സാധനം ഔട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഗെയിമിംഗ് പെർഫോമൻസിലോട്ട് പോകുമ്പോഴാണെങ്കിലും 1440p ലെവൽ ഓഫ് ഗെയിമിംഗ് ഞാൻ നേരത്തെ ഡിസ്പ്ലേയിൽ പറഞ്ഞായിരുന്നു. അത് കൺട്രോൾ ചെയ്യുന്നതും ഈ GPU തന്നെയാണ്. പിന്നെ പറയാനായിട്ട് GPUവിൻ്റെ കൺട്രോളിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിനകത്ത് 2-3 മോഡ്സ്, അത് GPU കൺട്രോൾ അല്ല, സിസ്റ്റം കൺട്രോളാണ്. 3 മോഡ്സ് വരുന്നുണ്ട്. ടർബോ മോഡ്, പെർഫോമൻസ് മോഡ്, നോർമൽ, സൈലൻറ്റ് മോഡ്. അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഫാൻ വെച്ചിട്ട് ഈ ഒരു ഫാൻ ഐക്കോണ്ട് F5 അത് അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് സൈലൻറ്റ് മോഡ്, പെർഫോമൻസ് മോഡ്. ടർബോ മോഡ് ഇപ്പോൾ വരത്തില്ല. ടർബോ മോഡ് വരണമെന്നുണ്ടെങ്കിൽ പ്ലഗ് ഇൻ ചെയ്ത് വെച്ചാലേ ടർബോ മോഡ് വരത്തുള്ളൂ. കാരണം ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ലാപ്ടോപ്പ് പ്ലഗ് ഇൻ ചെയ്യുമ്പോൾ അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ആ മാക്സിമം ഔട്ട്പുട്ടിൽ എന്ന് വെച്ചാൽ GPUവിൻ്റെ ഒരു 90% അല്ലെങ്കിൽ ഒരു പീക്ക് എത്ര യൂസ് ചെയ്യാൻ പറ്റും, മാക്സിമം എത്ര യൂസ് ചെയ്യാൻ പറ്റും അത് കിട്ടുന്നത്. റാമിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു 16 GB LPDDR5Xൻ്റെ റാം വരുന്നുണ്ട്. അത്
സോൾട്ടേഡ് റാമാണ്, ഫിക്സഡ് ആണ്, നമുക്ക് മാറ്റാൻ പറ്റില്ല. അതൊരു ഭയങ്കര പ്രശ്നമാണ്. കാര്യം എനിക്ക് എൻ്റെ പെർഫോമൻസ് എൻ്റെ ആവശ്യത്തിനും എൻ്റെ മറ്റ് എന്താ എഡിറ്റിംഗ് പർപ്പസിനൊക്കെ ആയിട്ട് നോക്കുമ്പോൾ എനിക്ക് ഈ പറയുന്ന 4060 ആവശ്യമേ ഉള്ളൂ. 8GB 4060 ഗ്രാഫിക്സ് കാർഡ് കൊടുത്തേക്കുന്ന ആവശ്യത്തിന് അപ്പുറത്തോട്ട് എനിക്ക് വരുന്നില്ല. ആ സമയത്ത് ഈ 16GB റാം പോരാ, എനിക്ക് അപ്ഗ്രേഡ് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ലാപ്ടോപ്പ് മൊത്തം മാറുക അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അതാണ് എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയൊരു സാധനം. പിന്നെ എന്താ പറയുക, അതിൻ്റെ കണക്ടിവിറ്റിയെ പറ്റി, SSD പറ്റി പറഞ്ഞില്ല. ഇതിൻ്റെ സ്റ്റോറേജിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഒരു 1TB Generation 4 SSD ആണ് വരുന്നത്. അത് അപ്ഗ്രേഡബിൾ ആണ്. അത് നമുക്ക് പിന്നെ ഭാവിയിൽ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ 2TB ആക്കാനുള്ള ഓപ്ഷൻ അടുത്ത് വരുന്നുണ്ട്. അതെനിക്ക് ഓക്കെയാണ്. പിന്നെ കണക്ടിവിറ്റിയെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു Wi-Fi 7 സപ്പോർട്ട് വരുന്നുണ്ട്, Bluetooth 5.4 ആണ്, അങ്ങനത്തെ പരിപാടി എല്ലാം വരുന്ന ഒരു ലാപ്ടോപ്പ്. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും പറയാനില്ല. ഇനി ഇതിൻ്റെ കൂളിങ്ങിനെ പറ്റി പറയണം. കൂളിങ്, അത് ഇത്രയും പെർഫോമൻസ് ഉള്ള സാധനത്തിന് തണുപ്പിക്കണമല്ലോ. തണുപ്പിക്കാനായിട്ട് അതിനകത്തൊരു ഒരു വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അത് പോരാതെ ഇതിലൊരു ട്രിപ്പിൾ ഫാൻ സെറ്റപ്പ് വരുന്നുണ്ട്. ഈ ട്രിപ്പിൾ ഫാൻ സെറ്റപ്പ് എന്ന് പറയുന്നത് 1, 2, 3 കൊടുത്തേക്കാണ്. അതായത് ഒരെണ്ണം GPU തണുപ്പിക്കാൻ വേണ്ടി ഒരെണ്ണം, CPU തണുപ്പിക്കാൻ വേണ്ടി ഒരെണ്ണം, പിന്നെ സെൻട്രൽ കൂളിങ്ങിന് വേണ്ടി ഒരെണ്ണം. അങ്ങനെ മൊത്തം 3 ഫാനാണ് ഇതിൽ വരുന്നത്. ഈ 3 ഫാനിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പം വർക്ക് സ്പേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആൾക്കാർ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫാൻ നന്നായിട്ട് പറ്റും. കാര്യം 8900 RPM ഇതിൻ്റെ ഫാനിൻ്റെ മാക്സിമം ക്ലോക്കിംഗ് സ്പീഡ്. ഈ 8900 RPM വരെ പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു മഴ പെയ്യുമ്പോഴുള്ള സൗണ്ട് എന്താണോ ആ സൗണ്ട് ഇരുന്ന് കേൾക്കാൻ പറ്റും. ഞാൻ തന്നെ പല സമയത്ത് ഇത് മഴ പെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജെല്ലു തുറന്ന് നോക്കാറുണ്ട്. ആ ഒരു ലെവൽ ഓഫ് സൗണ്ട് വരുന്നുണ്ട്. പിന്നെ എന്താ, കൂളിംഗ് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, പേർപ്പസ്ഫുള്ളാണ് ഈ ഫാൻ, നല്ല പേർപ്പസ്ഫുള്ളാണ്. ഇതിൻ്റെ വർക്ക് ലോഡ് എടുക്കുന്നതാണെങ്കിലും അത്രയും ഹെവി ടാസ്ക് ചെയ്യുമ്പോൾ ഈ ഫാൻ കൂൾ ചെയ്ത് സിസ്റ്റത്തെ ഒരു കാമാക്കി വെക്കുന്നുണ്ട്. മാക്സിമം ഇതിന് എത്ര വേണം അത്രയും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഫാൻ. എന്താ, പിന്നെ എൻ്റെ പെർഫോമൻസിനെ പറ്റിയും കൂളിങ്ങിനെ പറ്റിയും എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ ബാറ്ററിയെ പറ്റി എനിക്ക് പറയണം. എൻ്റെ ബാറ്ററി ഒരു 90 kW ഒരു ബാറ്ററി യൂസ് ചെയ്തേക്കുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് ഒരു 240 watts DC ചാർജറും കമ്പനി കൊടുത്തിട്ടുണ്ട്. ഈ 240 watt DC ചാർജറിൽ എത്ര സമയം കൊണ്ട് ചാർജ് ആവുമെന്ന് എൻ്റെ ചോദിക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ഫുൾ ടൈം പ്ലഗ് ചെയ്ത് വെച്ച് യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. കാരണം എനിക്ക് ടർബോ മോഡ് വേണമെന്നുള്ളൊരു ഒരു ത്വരയുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഫുൾ ടൈം അതിലാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറിനോട് അരമണിക്കൂറിനോട് ചാർജ് ആവുമായിരിക്കും. എനിക്കറിയത്തില്ല എത്ര സമയം കൊണ്ട് ചാർജ് ആവുമെന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പോൾ അത് ഞാൻ പറയണില്ല. ഒരു 1-2 മണിക്കൂർ കൂട്ടിക്കും, 1.5 മണിക്കൂർ കൂട്ടിക്കും, അത്ര തന്നെ. പിന്നെ എന്താ, ഇതിന് ചാർജിങ് ബാറ്ററി ബാക്കപ്പിനെ പറ്റി എനിക്ക് പറയണം. ബാറ്ററി ബാക്കപ്പിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇതിൽ ഒരു 4 മണിക്കൂർ വരെയൊക്കെ നിൽക്കും. എന്ന് വെച്ചാൽ ഒരു ബേസിക് യൂസേജ് അല്ല, ഒരു ബേസിക് ഗെയിമിങ്, എഡിറ്റിങ്, പിന്നെ എന്താ ഓഫീസ് വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു 4 മണിക്കൂർ കിട്ടും. ആൻഡ് ഒരു റഫ് യൂസിലല്ലാതെ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് വൈഫൈ യൂസ് ചെയ്യുന്നില്ല, റിഫ്രഷ് റേറ്റ് കുറച്ച് വെച്ച് യൂസ് ചെയ്യുന്നത്, ഒപ്റ്റിമൈസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഒരു മാക്സിമം ഒരു 6 മണിക്കൂർ, അതിനപ്പുറം നോക്കണ്ട, ഒരു 5-6 മണിക്കൂറിന് മേളിൽ നിൽക്കത്തില്ല. അതെനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. കുറച്ചും കൂടെ ബാറ്ററി ലൈഫ് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു സംഭവം എനിക്ക് തോന്നിയായിരുന്നു. അതൊക്കെയാണ് എനിക്ക് ഇതിൻ്റെ ബാറ്ററിയെ പറ്റിയും പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു വേർഡിക്ട് പോയിന്റിലോട്ട് വരണം. അതായത് ഇതിൻ്റെ ഒരു യൂസർ ഫീഡ്ബാക്ക്. ഇതിൻ്റെ ഒരു യൂസർ ഫീഡ്ബാക്കിനെ പറ്റി പറയുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് ഞാൻ ഈ ലാപ്ടോപ്പ് എടുത്തു, എന്താണ് എൻ്റെ പേർപ്പസ് എന്നൊക്കെ പറയാം. കാരണം ഒരാളുടെ പേഴ്സണലൈസ്ഡ് യൂസേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ ലാപ്ടോപ്പ് എടുക്കേണ്ടത്. അപ്പം ഞാൻ ഈ ലാപ്ടോപ്പ് എടുത്തതിൻ്റെ ഒരു കാര്യം, ഒരു മിനിറ്റ് ഓഫായിപ്പോയി. ഞാൻ ഈ ലാപ്ടോപ്പ് എടുത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഇതിനകത്ത് ഈ കാണുന്ന OLED സ്ക്രീനായിരുന്നു വേണ്ടത്. കാരണം ഞാൻ അതിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു OLED സ്ക്രീനുള്ള ആസ്യൂസിൻ്റെ വിവോ ബുക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൽ നിന്ന് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് ഞാൻ പല ലാപ്ടോപ്സ് യൂസ് ചെയ്ത് നോക്കി. എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഓമൻ ഇരിപ്പുണ്ട്, ഞാൻ പിന്നെ വെക്ടേഴ്സ് ട്രൈ ചെയ്ത് നോക്കി. ഇതെല്ലാം നോക്കിയ സമയത്ത് എനിക്കിതിനകത്ത് അതിൽ നിന്നെല്ലാം ഒരു ഇതായിട്ട് തോന്നി, ഹൈപ്പായിട്ട് തോന്നിയ കാര്യം ഇതിൻ്റെ OLED സ്ക്രീനാണ്. കാരണം OLED ഉപയോഗിച്ചിട്ട് IPSലോട്ട് പോയപ്പോഴത്തേക്ക് എനിക്കതൊരു ഡൗൺ ഗ്രേഡ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ അത്രയും കാശ് കൊടുത്ത മണ്ടത്തരം കാണിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ OLED സ്ക്രീനുള്ള ലാപ്ടോപ്പ് തപ്പിപ്പിടിച്ച് മേടിച്ചത്. അതിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സാധനം ആർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാലും അവർ പറയുന്നത് ഒരു ഞാൻ ഉദ്ദേശിച്ച സംഭവം എന്താണോ അവിടെ കിട്ടുന്നുണ്ട്. അതെനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ എന്താ, ഗ്രാഫിക്സ് കാർഡിലോട്ട് വരുമ്പോഴാണെങ്കിൽ ഈ 4060 ആവശ്യമേ. ഇപ്പോൾ എല്ലാവരും പറയും എന്തിന് ഇത്രയും വിലയ്ക്ക് ഇത് വാങ്ങിച്ചു, 5070 വാങ്ങിച്ചുകൂടായിരുന്നു, 5060 വാങ്ങിച്ചുകൂടായിരുന്നു. ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പം ഞാൻ ഈ ഫോൺ കമ്പനീസ് ആണെങ്കിലും അവർ ഈ പറയുന്ന എന്താ 8 പ്രോസർ ഇറക്കുന്നു, അല്ലെങ്കിൽ 8+ Gen 3 പ്രോസർ ചെയ്യുന്നു. ഒരു സാധാരണ ഒരു മനുഷ്യന്, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും അതിൻ്റെ ഒരു 60% മേളിൽ ഔട്ട്പുട്ട് എടുക്കത്തില്ല. ഇത് അത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ എന്തിന് അത്രയും കൂടി എടുക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഇതെടുത്തത്. കാരണം എൻ്റെ പർപ്പസിനാണെങ്കിലും ഇതുവരെ എനിക്ക് ഈ 9 മാസത്തിനിടയിൽ ഒരു തവണ പോലും ലാഗ് അടുപ്പിച്ചിട്ടില്ല. ഒരു തവണ പോലും ഗ്രാഫിക്സ് കാർഡ് ഷോക്ക് ആക്കി എനിക്ക് തോന്നിയിട്ടില്ല. ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് തരുന്നുണ്ട്.
പിന്നെ എന്തിനു ഞാൻ വലുത് എടുക്കുന്നു, അതാണ് ഞാൻ ഇത് മേടിച്ചത്. പിന്നെ എന്തോ ഇതിൻ്റെ സ്പീക്കർ സിസ്റ്റം ആണെങ്കിലും സ്ക്രീൻ ആണെങ്കിലും അനിമെ കാണുന്ന സമയത്ത് എൻ്റെ ലെഷർ ടൈമിൽ വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യുന്ന സംഭവങ്ങളാണ് അനിമെ കാണുക, സിനിമ കാണുക, ഗെയിം കളിക്കുക. സ്മൂത്തായിട്ട് നടന്നു പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ സ്ക്രീൻ കാരണം അനിമയിൽ എനിക്ക് എടുത്തു പറയേണ്ട സംഭവമുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് ലൈറ്റിലാണ് അനിമയിലൊക്കെ മിക്കവാറും ഫൈറ്റ് വരണത്. ആ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഒരു ക്വാളിറ്റി കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ രോമ ഏഴ്ചന്ന് പരസ്പരം അടിക്കും. ആ ഒരു ലെവൽ ഓഫ് ക്വാളിറ്റി നമുക്ക് ഈ സ്ക്രീനിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഞാൻ ഈ ലാപ്ടോപ്പ് എടുത്തതിൻ്റെ ഒരു മെയിൻ കാരണം. പിന്നെ എന്താ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും പരിപാടിയും എക്സ്പീരിയൻസും എല്ലാം പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇതിൻ്റെ നെഗറ്റീവിനെ പറ്റി പറയാനുണ്ട്. നെഗറ്റീവിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം പറഞ്ഞ ആ റാമിൻ്റെ കസ്റ്റമൈസേഷൻ പറ്റാത്തൊരു സംഭവം എനിക്ക് പറയണം. പിന്നെ ബാറ്ററി ബാക്കപ്പ് ഇല്ലായ്മ, ബാറ്ററി ബാക്കപ്പ് കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ള സാധനം. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തിൽ വിട്ടുപോയി എനിക്ക് പറയണം, ഇതിൻ്റെ സെക്യൂരിറ്റി വരുന്നത് ആകെ ഈ ഒരു ഫേസ് അൺലോക്കിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ. അതായത് 2 റഡാർ ലൈറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഫേസ് അൺലോക്ക് വരുന്നത്. ഐഫോണിൽ ഒരൊറ്റ റഡാർ ലൈറ്റ് വെച്ചിട്ട് ഏത് നിലാവ് വെളിച്ചത്തിൽ അൺലോക്ക് ആക്കാൻ പറ്റുന്ന സെറ്റപ്പിലുള്ള സമയത്ത് 2 റഡാർ ലൈറ്റ് വെച്ചിട്ട് മിനിമം ലൈറ്റിൽ ഞാൻ അൺലോക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറിയിരിക്കണം ക്യാമറയ്ക്കകത്ത്. അതൊരു ശോകമാണ്. അത് മാത്രമല്ല ഇതിന് തോന്നണം, ഈ സാധനത്തിന് അൺലോക്ക് ആവണമെന്ന് തോന്നണം. എങ്കിൽ ആണ് ഇപ്പം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്, ചിലപ്പോഴേ അൺലോക്ക് ആവും. യെസ്, ഇത് അൺലോക്ക് ആവാൻ ഭയങ്കര പാടാണ്. ഇതിന് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഒരു ആംഗിളിൽ വെച്ചിട്ട് അൺലോക്ക് ആവുക എന്നുള്ള ലെവൽ ഓഫ് ഒരു ഫേസ് അൺലോക്കാണ്. അത് ഭയങ്കര ശോകമാണ്. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ ലാപ്ടോപ്പിൻ്റെ സെഗ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുക, ഒരു ഫിംഗർ പ്രിൻ്റ് വെച്ച് അൺലോക്ക് ആക്കുന്ന സെഗ്മെൻറ്റിൽ സമയത്ത് ഇത്രയും വരെ തുടങ്ങുന്ന ലാപ്ടോപ്പിൽ കൊടുത്തേക്കുന്ന ഫേസ് അൺലോക്ക് ഒരു മര്യാദയ്ക്ക് വർക്കാവുന്നില്ല. ടൈപ്പ് ചെയ്ത് അൺലോക്ക് ആക്കണം എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റ് ആയ സ്പെക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡിൽ പറയാൻ തോന്നിയ ഒരു 3 കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെയായിരുന്നു എനിക്ക് എൻ്റെ ഒരു യൂസർ ഫീഡ്ബാക്കും എക്സ്പീരിയൻസും ഒക്കെ പറയാനായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൈസിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ പ്രൈസിങ്ങിനെ പറ്റി പറയുമ്പോഴത്തേക്ക് എനിക്ക് ഇതൊരു സ്വീറ്റ് ഡീലിന് കിട്ടിയ ലാപ്ടോപ്പാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂർ പോയി ഞാൻ എടുത്ത ലാപ്ടോപ്പാണ്. ഇതെനിക്ക് അന്നൊരു 1,68,000 രൂപ. ഇപ്പോൾ ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് ഓൺലൈനിൽ ആമസോണിൽ 1,75,000 രൂപയാണ്. എനിക്കന്നൊരു 1,68,000 കിട്ടിയ ലാപ്പാണ്. എനിക്കത് ഒരു സ്വീറ്റ് ഡീലായിരുന്നു. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു. പിന്നെ എന്താ പറയാനായത്, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പം ഈ ലാപ്ടോപ്പിനെ പറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടതും എനിക്ക് പറയാൻ തോന്നിയ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാം. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ ചോദിക്കാനോ ഇതിനെ പറ്റി അറിയാനോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞുതരാം. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയെ പറ്റി പറയാനുള്ളത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.